ജയിച്ചാൽ കെ കെ ശൈലജ ആരാ? കെ കെ ശൈലജയെ ഒതുക്കി കെ കെ ശൈലജയെ മൂലക്കിരുത്തി എന്ന് പറയുന്നത് തന്നെ ശരിയായ ഒരു പ്രയോഗമല്ല. കെ കെ ശൈലജ ഇതിനു മുമ്പ് മത്സരിച്ച 2016-ലും 2021-ലും ജയിച്ച് കയറിയത് 2 ഷുവർ സീറ്റുകളിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ഉറപ്പുള്ള 2 ഷുവർ സീറ്റുകളാണ്, കൂത്തുപറമ്പും. അതിനു മുമ്പാണ് സണ്ണി ജോസഫിനോട് തോറ്റത് 2011-ൽ. 2006-ൽ അതേ മണ്ഡലം, പേരാവൂരിൽ അതേ മണ്ഡലത്തിൽ ജയിച്ച ആളാണ്. അപ്പോൾ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM-നകത്തെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നാൽ പിന്നെ പിണറായി വിജയൻ ഇതുപോലെ ശക്തിയുള്ള മണ്ഡലത്തിൽ പോയി മത്സരിച്ചുകൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് വേറൊരു വിഷയത്തിൽ നമുക്കിടാം. പക്ഷേ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ, ആ കാൻഡിഡേറ്റിനെ കൂത്തുപറമ്പിനകത്തോ ഇവരുടെ ഷുവർ സീറ്റിൽ കൊണ്ടുപോയിട്ട് ജയിപ്പിക്കേണ്ട കാര്യം എന്താ? 2 തവണ ആണ് CPM-ൻ്റെ ഒരു MLA-ക്ക് മത്സരിക്കാനുള്ള, ഒരു ജനപ്രതിനിധിക്ക് മത്സരിക്കാനുള്ള സമയം. ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ ഇളവുള്ളൂ. അപ്പോൾ ഇളവ് കൊടുക്കും. എന്തിനാ? KPCC-യുടെ പ്രസിഡൻറ്റ് അടുത്തവണ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാണ്, വലിയ മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ എതിരിടാൻ നിങ്ങൾക്ക് പകരം വേറെ ആരാ? കെ ശൈലജയാണ് എൻ്റെ കാൻഡിഡേറ്റ്. അവരാണ് ആ ഫൈറ്റ് ഏറ്റെടുക്കേണ്ടയാൾ. അവരെ നിന്നാലേ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത്ര എളുപ്പം UDF-ന് വഴങ്ങുന്ന മണ്ഡലമല്ല ഇപ്പോൾ. അദ്ദേഹം ആദ്യം ജയിക്കുമ്പോൾ 9,000 വോട്ട്, പിന്നെ അത് 5,000, ഇപ്പോൾ അത് 3,000-ലാണ്. 2021-ൽ 3,000 വോട്ടാണ് നിൽക്കുന്നത്. ആ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് 5,000-ൽ നിന്ന് 10,000-ആയി കൂടിയ സ്ഥലം കൂടിയാണ് പേരാവൂർ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാഞ്ഞു പിടിച്ചാൽ, വേറെ തരംഗങ്ങളൊന്നുമില്ലെങ്കിൽ, CPM-ന് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നാൽ ജയിക്കാവുന്ന മണ്ഡലമാണ് പേരാവൂർ. അപ്പോൾ കെ ശൈലജ അല്ലാതെ വേറെ ആര്? അപ്പോൾ പാർട്ടിക്ക് വേണ്ടി കെ ശൈലജ ആ ഉദ്യമം ഏറ്റെടുക്കുന്നു, കെ ശൈലജ മത്സരിക്കുന്നു. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ജയിച്ചാൽ കെ ശൈലജ ആരാ? അതേസമയം നമ്മൾ കേട്ട വാർത്ത കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഒരു ഓഫർ വെച്ചപ്പോൾ അവർ പിന്മാറിയെന്നാണ്. ശരിയോ തെറ്റോ അറിയില്ല. പക്ഷേ ഇത്തവണ CPM എടുത്ത തീരുമാനം അതിൽ ശരി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.